Hi dear friends, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ PCCET 302 ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ക്ലാസ്സുകളെല്ലാം 2024 സ്കീമിൻ്റെ S3 KTU സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷനാണ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്താണ്, ബേസിക് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്, ഇതാണ് നമ്മൾ ഈ ഒരു ലെക്ചർ 1 ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇൻട്രൊഡക്ഷൻ. ഫ്ലൂയിഡ് മെക്കാനിക്സ് ഈസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ ബിഹേവിയർ ഓഫ് ഫ്ലൂയിഡ്സ്. അപ്പോൾ ഫ്ലൂയിഡ് ബിഹേവിയർ ആയിട്ട് ഡീൽ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് മാത്രമല്ല, ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡും ആവാം, ഗ്യാസസും ആവാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് ഫ്ലൂയിഡിൻ്റെ ബിഹേവിയർ അത് റെസ്റ്റ് ആൻഡ് ആസ് വെൽ ആസ് മോഷൻ, റെസ്റ്റിലുള്ളതും മോഷനിലുള്ളതുമായിട്ടുള്ള ഏതൊരു ഫ്ലൂയിഡിൻ്റെയും, ലിക്വിഡോ ഗ്യാസോ ഏത് ഫ്ലൂയിഡിൻ്റെയും സ്റ്റഡീനെയാണ് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ദസ് ദിസ് ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽസ് വിത്ത് സ്റ്റാറ്റിക്സ്, കൈനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് ആസ്പെക്റ്റ് ഓഫ് ഫ്ലൂയിഡ്. അപ്പോൾ ഫ്ലൂയിഡിൻ്റെ സ്റ്റാറ്റിക് ആയിട്ടുള്ളതും സ്റ്റേഷനറി ആയിട്ടുള്ളതും കൈനമാറ്റിക് ആൻഡ് ഡൈനാമിക്, കൈനമാറ്റിക്കും ഡൈനാമിക്കും എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡ് ഇൻ മോഷൻ തന്നെയാണ്. ഈ പറയുന്ന 3 കാറ്റഗറി ഓഫ് സ്റ്റഡിയും നമ്മൾ ഈ ഒരു ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ പഠിക്കുന്നുണ്ട്. ദ സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ഈസ് കോൾഡ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്. റെസ്റ്റിലുള്ള ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ സ്റ്റഡി ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ദ സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ് ഇൻ മോഷൻ വേർ പ്രഷർ ഫോഴ്സ് ആർ നോട്ട് കൺസിഡേർഡ് ഇറ്റ് ഈസ് കോൾഡ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. ഇനി ഒരു ഫ്ലൂയിഡ് മോഷനിലാണ്, പക്ഷേ ആ ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഫോഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റഡീനെയാണ് നമ്മൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. എഗെയിൻ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ഇഫ് ദ പ്രഷർ ഫോഴ്സ് ആർ ഓൾസോ കൺസിഡേർഡ് ഫോർ ദ ഫ്ലൂയിഡ് ഇൻ മോഷൻ. അപ്പോൾ ഫ്ലൂയിഡ് ഇൻ മോഷനിൽ നമ്മൾ ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഫോഴ്സിനെയും കൂടി കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് നമ്മൾ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡിൻ്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റും ഫ്ലൂയിഡ് അറ്റ് മോഷനും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി ബ്രാഞ്ച് ഓഫ് സയൻസിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫ്ലൂയിഡ് മെക്കാനിക്സിനെ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ഉണ്ട്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ഉണ്ട്, ഫ്ലൂയിഡ് ഡൈനാമിക് ആസ്പെക്ട്സും സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഫ്ലൂയിഡ് റെസ്റ്റിലാണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഫ്ലൂയിഡ് മോഷനിലാണെങ്കിൽ അതിനെ 2 ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫ്ലൂയിഡ് കൈനമാറ്റിക്സും ഉണ്ട്, ഫ്ലൂയിഡ് ഡൈനാമിക്സും ഉണ്ട്. ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ, ഫ്ലൂയിഡ് മോഷനിലായിരിക്കും, ബട്ട് പ്രഷർ ഫോഴ്സ്, ഫ്ലൂയിഡിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇനി ഫ്ലൂയിഡ് മോഷനിലാണ്, എഗെയിൻ അതിൻ്റെ അകത്തുള്ള പ്രഷർ ഫോഴ്സിനെയും കൂടി നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. അടുത്ത നമുക്ക് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിലേക്ക് പോകാം. ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് മൊഡ്യൂൾ വരെയുള്ള ഏത് ചാപ്റ്റർ കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് വരുന്ന പ്രോപ്പർട്ടീസാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ അകത്തുള്ള യൂണിറ്റ്, ഇക്വേഷൻ, ഇതിൻ്റെ അകത്തുള്ള കറക്റ്റ് കൺസെപ്റ്റ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് ഈ സബ്ജക്റ്റിലുള്ള എല്ലാ മൊഡ്യൂൾസിലും നമുക്കിത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി ലോവർ ക്ലാസ്സുകൾ, എന്താണ് ഡെൻസിറ്റി എന്നൊക്കെ. ഇപ്പോൾ ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി എന്ന് പറയാം. അപ്പോൾ എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഡെൻസിറ്റി ഓർ മാസ് ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ടു ഇറ്റ്സ് വോളിയം. അപ്പോൾ ഡെൻസിറ്റി സിമ്പിളായിട്ട് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. ഇപ്പോൾ ഫ്ലൂയിഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലേ, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഫ്ലൂയിഡിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ വോളിയം ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ദസ് മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് കോൾഡ് ഡെൻസിറ്റി. മാസ് പെർ യൂണിറ്റ് വോളിയത്തിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ സിമ്പിൾ റോ. ഈ ഒരു സിമ്പിളാണ് വരുന്നത്. ഇതിനെ നമ്മൾ RHO റോ എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. ദ യൂണിറ്റ് ഓഫ് മാസ് ഡെൻസിറ്റി ഇൻ SI യൂണിറ്റ് ഈസ് കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ. അതായത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, kg പെർ മീറ്റർ ക്യൂബ്. ഇതിനെയാണ് നമ്മൾ SI യൂണിറ്റിൽ ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് പറയുന്നത്.
The density of the liquid may be considered as constant while gas changes with the variation of pressure and temperature. നമ്മൾ പറഞ്ഞു ഫ്ലൂയിഡിൻ്റെ കേസാണ് പറയുന്നത്. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ലിക്വിഡും വരുന്നുണ്ട്, ഗ്യാസും വരുന്നുണ്ട്. മെയിൻലി നമ്മൾ ഈ മൊഡ്യൂളിലൊക്കെ ലിക്വിഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് സ്പ്ലിറ്റ് ചെയ്ത് പറയുന്നത്. ഒരു ലിക്വിഡിൻ്റെ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ വാട്ടർ എടുത്താലും കെറോസിൻ എടുത്താലും മെർക്കുറി എടുത്താലും അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയാണ്, അത് ചേഞ്ച് ചെയ്യില്ല. നേരെ മറിച്ച് നമ്മൾ ഗ്യാസിലേക്ക് പോയാൽ ഗ്യാസ് ഒരു ലാറ്റിറ്റ്യൂഡിൽ നിന്ന് അടുത്ത ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ, അതായത് പ്രഷർ വേരിയേഷൻ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകും. പക്ഷേ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലൂയിഡ് മാത്രം, അതായത് ലിക്വിഡ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഫോർ എ ലിക്വിഡ് ഡെൻസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ് ഫോർ എ പർട്ടിക്കുലർ ലിക്വിഡ്. നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതാൻ നോക്കാം. ഡെൻസിറ്റി റോ ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ്. ഇനി നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് എടുക്കുന്ന ഫ്ലൂയിഡാണ് വാട്ടർ. അപ്പോൾ നമ്മൾ അതിൻ്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. ദ വാല്യൂ ഓഫ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് 1 gram per centimeter cube ഓർ 1000 kilogram per meter cube. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂ ഇതായിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു SI യൂണിറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ SI യൂണിറ്റിൽ ഡെൻസിറ്റി നമ്മൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ് അപ്ലൈ ചെയ്യുന്നത്. സോ 1000 kilogram per meter cube. അപ്പോൾ വാട്ടറിൻ്റെ ഡെൻസിറ്റി റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 എന്ന് മാത്രം പഠിക്കരുത്, അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഇനി ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു 1 എന്നാണ് ക്വസ്റ്റിനിൽ തന്നേക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് ഇൻ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി എന്നും പറയും. അടുത്ത ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് വെയിറ്റ് ഓർ വെയിറ്റ് ഡെൻസിറ്റി. ഇതിന് 2 നൊട്ടേഷനുണ്ട്. ഇതിന് നമ്മൾ സ്പെസിഫിക് വെയിറ്റിനെ സ്മോൾ ലെറ്റർ W എന്ന് നൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിതിനെ ഗാമ എന്ന് നൊട്ടേറ്റ് ചെയ്യാം. ഈ 2 രീതിയിലും നമുക്ക് ഈ ഒരു സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റിയെ പറയാം. അപ്പോൾ എന്താണെന്ന് നോക്കാം. സ്പെസിഫിക് വെയിറ്റ് ഓർ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ടു ഇറ്റ്സ് വോളിയം. സിമ്പിളാണ്. അപ്പോൾ മാസ് ഡെൻസിറ്റി നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. മാസ് ഡെൻസിറ്റി റോ പഠിച്ചപ്പോൾ നമ്മൾ എന്തായിരുന്നു, മാസ് ബൈ വോളിയം ആയിരുന്നു. വെയിറ്റ് ഡെൻസിറ്റിയിലേക്ക് വരുമ്പോൾ സ്മോൾ ലെറ്റർ W ഇസ് ഈക്വൽ ടു അതിൻ്റെ വെയിറ്റ്, ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് ബൈ വോളിയം. വളരെ സിമ്പിളാണ്. മാസ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മാസ് ബൈ വോളിയം, വെയിറ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ബൈ വോളിയം. അപ്പോൾ ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് അതിനാണ് ക്യാപിറ്റൽ W എന്ന് പറയുന്നത്. ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റിയാണ് സ്മോൾ ലെറ്റർ W എന്ന് പറയുന്നത്. ഇത് നമ്മൾ തിരിഞ്ഞു പോകരുത്. Thus the weight per unit volume of a fluid is called weight density. അപ്പോൾ വെയിറ്റ് പെർ യൂണിറ്റ് വോളിയത്തിനാണ് നമ്മൾ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ W വെച്ചിട്ടാണ്. മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ പറയാം, സ്മോൾ ലെറ്റർ W is equal to weight of the fluid divided by volume of the fluid. ഓക്കെ, ഇനി എഗെയിൻ നമുക്ക് വെയിറ്റിൻ്റെ എക്സ്പാൻഷനൊക്കെ നമുക്കറിയാം വെയിറ്റ് ഇസ് ഈക്വൽ ടു MA, മാസ് ഇൻറ്റു ആക്സലറേഷൻ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വെയിറ്റ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഇനി ഇവിടെ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ന്യൂമറേറ്ററിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമ്മളിതിനെ വേറെ ഡെൻസിറ്റി റോയുടെ ടേമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സ്മോൾ ലെറ്റർ W സ്പെസിഫിക് വെയിറ്റ് ഇസ് ഈക്വൽ ടു വെയിറ്റ് ബൈ വോളിയം എന്ന് പറഞ്ഞു. എഗെയിൻ ഈ വെയിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം, മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ വോളിയം. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു ടേം ഒന്ന് നോക്കിയേ, മാസ് ബൈ വോളിയം അല്ലേ. നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ ഡെൻസിറ്റി റോ എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്മോൾ ലെറ്റർ W ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡിവൈഡ് ബൈ വോളിയം എന്നാണ്. അതിൻ്റെ അകത്ത് ഈ ഒരു ടേമിന് പകരം നമുക്ക് എന്തെന്ന് എഴുതാം, ഈ ഒരു ടേമിന് പകരം നമുക്ക് മാസ് ബൈ വോളിയം അല്ലേ. ആ ഒരു ടേമിന് പകരം നമുക്ക് എന്തെന്ന് എഴുതാം, ഡെൻസിറ്റി റോ എന്ന് എഴുതാം. ഇനി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ സ്മോൾ ലെറ്റർ G ആയിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്ന് വരും, സ്മോൾ W വെയിറ്റ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു G എന്ന് വരും. അപ്പോൾ ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ വെയിറ്റ് ഡെൻസിറ്റി ആൻഡ് മാസ് ഡെൻസിറ്റി. വെയിറ്റ് ഡെൻസിറ്റി മാസ് ഡെൻസിറ്റി തമ്മിലുള്ള റിലേഷൻ ഇതാണ്. സ്മോൾ W ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു G. W വെയിറ്റ് ഡെൻസിറ്റി, റോ മാസ് ഡെൻസിറ്റി, G എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അടുത്ത മൂന്നാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോവാം. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം കൂടി, വെയിറ്റ് ഡെൻസിറ്റി, വാട്ടറിൻ്റെ വെയിറ്റ് ഡെൻസിറ്റി എത്രയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു വെയിറ്റ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. വെയിറ്റ് ഡെൻസിറ്റി സ്മോൾ W ഇസ് ഈക്വൽ ടു റോ G എന്നാണ് ഇപ്പോൾ നൊട്ടേറ്റ് ചെയ്തത്. ഇനി വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയായിരുന്നു, ഡെൻസിറ്റി ഓഫ് വാട്ടർ നമ്മൾ പറഞ്ഞു 1000 ആണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ആണ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 9.81. ഇതാണ് വാട്ടറിൻ്റെ സ്പെസിഫിക് വെയ്റ്റിൻ്റെ വാല്യൂ. ഇതിൻ്റെ യൂണിറ്റ് വന്നിട്ട് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബാണ്. ഓക്കെ, SI യൂണിറ്റിൽ ഡെൻസിറ്റിയുടെ യൂണിറ്റ് വരുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബാണ്. അപ്പോൾ വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 ആണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്.
വാട്ടറിൻ്റെ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1000 × 9.81 Nm/m3 ആണ്. ഇത് സ്റ്റാൻഡേർഡായിട്ട് അറിഞ്ഞിരിക്കുക. അടുത്ത ടേമാണ് സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം ആക്ച്വലി ഗ്യാസിന് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ലിക്വിഡിന് വരത്തില്ല, എങ്കിലും നമുക്ക് നോക്കാം. Specific volume of a fluid is defined as the volume of the fluid occupied by unit mass. അതായത് ഇത്രയേ ഉള്ളൂ. സ്പെസിഫിക് വോളിയം ഇസ് ഈക്വൽ ടു വോളിയം ബൈ മാസ്. ഓക്കെ, അപ്പോൾ ഈ മാസ് 1 ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനീഷൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. മാസ് യൂണിറ്റ് ആകുമ്പോൾ ഒരു യൂണിറ്റ് മാസിന് ഒക്യുപ്പൈ ചെയ്യാനായിട്ടുള്ള വോളിയം, അതിനെയാണ് നമ്മൾ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക് വോളിയം ഓഫ് എ ഫ്ലൂയിഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഒക്യുപ്പൈഡ് ബൈ യൂണിറ്റ് മാസ്. ഓക്കെ, ഇനി മാത്തമാറ്റിക്കലി നമ്മളതിനെ സ്പെസിഫിക് വോളിയം ഇസ് ഈക്വൽ ടു വോളിയം ബൈ മാസ് ആണ് അല്ലേ. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. ഇവിടെ എന്താണ്? തിരിച്ചാണ്, വോളിയം ബൈ മാസ് ആണ്. അപ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണെങ്കിൽ വോളിയം ബൈ മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/ρ ആയിരിക്കും. 1/ρ ആയിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. സ്പെസിഫിക് വോളിയം ഇസ് ഈക്വൽ ടു വോളിയം ബൈ മാസ് ആണ്. ദെയർഫോർ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/ρ. ഡെൻസിറ്റിയെ തിരിച്ചിട്ട അല്ലെങ്കിൽ ഡെൻസിറ്റിയുടെ റെസിപ്രോക്കൽ, മാസ് ഡെൻസിറ്റിയുടെ റെസിപ്രോക്കലിനെയാണ് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ദസ് ദ സ്പെസിഫിക് വോളിയം ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് മാസ് ഡെൻസിറ്റി. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഡെൻസിറ്റി, മാസ് ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. ഇതിൻ്റെ റെസിപ്രോക്കൽ അതായത് 1/ρ എടുത്താൽ കിട്ടുന്നതാണ് വോളിയം ബൈ മാസ്. അതിനെയാണ് നമ്മൾ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. കൺസെപ്റ്റൊക്കെ സിമ്പിളാണ്, പക്ഷേ പലപ്പോഴും സ്റ്റുഡൻസ് തെറ്റിക്കാറുള്ളൊരു കൺസെപ്റ്റാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ടു ദ വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് ദ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഇത്രയേ ഉള്ളൂ. സ്പെസിഫിക് ഗ്രാവിറ്റി അത് സ്മോൾ ലെറ്റർ എസ്സിലാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എസ് വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഫ്ലൂയിഡിൻ്റെ ആണോ സ്പെസിഫിക് ഗ്രാവിറ്റി, ആ ഫ്ലൂയിഡിൻ്റെ വെയ്റ്റ് ഡെൻസിറ്റി സ്മോൾ ലെറ്റർ, ഞാനിപ്പോൾ ലിക്വിഡിനെ എല്ലെന്ന് കൊടുക്കുക, ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് നമ്മൾ വാട്ടറാണ് എടുക്കുന്നത്. ലിക്വിഡിൻ്റെ കേസിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡായിട്ട് എടുക്കുന്നത് വാട്ടറാണ്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ എന്തിൻ്റെയാണ്? വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. ഏത് ഫ്ലൂയിഡിൻ്റെ ആണോ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കേണ്ടത്, ആ സെയിം ഫ്ലൂയിഡിൻ്റെ വെയ്റ്റ് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ ലിക്വിഡിൻ്റെ കേസിൽ ഫോർ ലിക്വിഡ് ദ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ടേക്കൺ ഈസ് വാട്ടറിനെയാണ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡായിട്ട് പറയുന്നത്. ഗ്യാസിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എയർ ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ കാര്യം വിട്ടേക്കാം, നമുക്ക് ലിക്വിഡിൻ്റെ മാത്രം മതി. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഓൾസോ കോൾഡ് റിലേറ്റീവ് ഡെൻസിറ്റി. ഈ സ്പെസിഫിക് ഗ്രാവിറ്റീനെ റിലേറ്റീവ് ഡെൻസിറ്റി എന്നും വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. എന്തുകൊണ്ടാണ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആകുന്നത്? വെയ്റ്റ് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഡെൻസിറ്റി, അതാണ് ഇക്വേഷൻ. അപ്പോൾ രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയി, ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഇറ്റ് ഈസ് നൊട്ടേറ്റഡ് ബൈ സ്മോൾ ലെറ്റർ എസ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഒരു നൊട്ടേഷൻസിലേക്ക് പോവാം. എസ് ഫ്ലോ ലിക്വിഡ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ് ഇസ് ഈക്വൽ ടു വെയ്റ്റ് ഡെൻസിറ്റി, നമ്മൾ സ്മോൾ ലെറ്റർ ഡബ്ല്യു എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഡിവൈഡ് ബൈ വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്പെസിഫിക് വെയ്റ്റ് ഓഫ് മെർക്കുറി ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, ഇനി അടുത്തത് ഇപ്പോൾ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കെറോസിൻ, ഞാൻ കെ എന്ന് നോട്ടേറ്റ് ചെയ്യാം, ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്, വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ഏതൊരു ലിക്വിഡിൻ്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനായിട്ട് ആ സെയിം ലിക്വിഡിൻ്റെ സ്പെസിഫിക് വെയ്റ്റ് ഡിവൈഡഡ് ബൈ വാട്ടറിൻ്റെ സ്പെസിഫിക് വെയ്റ്റ് ഇത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും എന്ന് നോക്കാം. വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്, അതായത് ഇതാണ്, ഇതേ ഇക്വേഷൻ തന്നെ, ഇക്വേഷൻ നമ്പർ 1 ആണെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നാണ് പറഞ്ഞത്. ഇനി അഗെയിൻ നമുക്ക് ഇതിനെ ഒന്ന് ലെഫ്റ്റിലേക്ക് ഇടാം. വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും? ഇത് ഇപ്പുറത്തേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എസ് ഇൻറ്റു വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ ഏതൊരു ലിക്വിഡിൻ്റെയും വെയ്റ്റ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എസ് അറിയാമെങ്കിൽ എളുപ്പമാണ്.
എങ്ങനെയാണ്? ഇപ്പോൾ നമുക്ക് മെർക്കുറിയുടെ സ്പെസിഫിക് വെയിറ്റ് ഡെൻസിറ്റി വേണം, മെർക്കുറിയുടെ വെയിറ്റ് ഡെൻസിറ്റി വേണം. അങ്ങനെയാണെങ്കിൽ ഇത് മെർക്കുറിയുടെ ആണെന്ന് വിചാരിച്ചു, Hg മെർക്കുറിയുടെ വെയിറ്റ് ഡെൻസിറ്റി വേണമെങ്കിൽ മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാമെങ്കിൽ ഇൻറ്റു വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം 1000 ഇൻറ്റു 9.81 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ ആ രീതിയിൽ നമുക്കിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റോ ആണ്. റോ ഓഫ് ലിക്വിഡ് ഇസ് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദാറ്റ് ലിക്വിഡ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ രണ്ട് ഇക്വേഷൻ നമുക്ക് ഇവിടെ നിന്ന് ഓർത്തിരിക്കാം. എന്താണ്? ഏതെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ വെയിറ്റ് ഡെൻസിറ്റി, ഇപ്പോൾ മെർക്കുറിയുടെ ആണെങ്കിൽ മെർക്കുറിയുടെ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മെർക്കുറിയുടെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു വാട്ടറിൻ്റെ സ്പെസിഫിക് യൂണിറ്റ് വെയിറ്റ് ഡെൻസിറ്റിയോട് ഈക്വൽ ആയിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ഡെൻസിറ്റിയും പറയാം. ഡെൻസിറ്റി ഓഫ് മെർക്കുറി വിൽ ബി ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും നമുക്ക് ഇൻഡയറക്റ്റ്ലി ഇതിൽ നിന്ന് കിട്ടും. നമ്മൾ ഈ ഒരു ഡെഫിനേഷനിൽ പഠിച്ചിരിക്കേണ്ടത് ഇത്രയാണ്: സ്പെസിഫിക് ഗ്രാവിറ്റി എസ് ഇസ് ഈക്വൽ ടു വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ദാറ്റ് ലിക്വിഡ് ഇൻറ്റു വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇഫ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഈസ് നോൺ, ദെൻ ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് വിൽ ബി ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഞാനിപ്പോൾ പറഞ്ഞ കൺസെപ്റ്റാണ്. ഒരു ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാമെങ്കിൽ ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എസ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി 13.6 ആണ്. അപ്പോൾ ഇത് മെർക്കുറി SHg എന്ന് പറഞ്ഞാൽ 13.6 ആണ്. അങ്ങനെയാണെങ്കിൽ മെർക്കുറിയുടെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഡെൻസിറ്റി എന്ന് പറഞ്ഞത് തന്നെയാണ് മാസ് ഡെൻസിറ്റി, കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഈസ് ഈക്വൽ ടു എസ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് 13.6 ആണ് അല്ലേ, അറിയാം, ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? 1000 ആണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13,600 യൂണിറ്റ് എന്തായിരിക്കും? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. എന്തുകൊണ്ടാണ്? സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഇല്ലെന്ന് നമ്മൾ ഡെഫിനേഷനിൽ പറഞ്ഞായിരുന്നു. ഇനി ഡെൻസിറ്റിയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബുമാണ്. അപ്പോൾ ആ രീതിയിലാണ് വരുന്നത്. ഞാനിതൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പറയുമ്പോൾ ഒരു കൺഫ്യൂസിങ് ആയിട്ടൊക്കെ തോന്നാം എങ്കിലും ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലാരിഫൈ ചെയ്ത് ഇത് മനസ്സിലാക്കി എടുക്കണം. കാരണം ഇതിൻ്റെ അകത്ത് ഈ യൂണിറ്റുകൾ, ഈ വാല്യൂകൾ തന്നേക്കുന്നത് എസ് ആണെങ്കിൽ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെല്ലാം നമ്മുടെ ഈ ഒരു ബേസിക് ഡെഫിനീഷനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ ലെക്ചറിൽ നമ്മൾ ഈ പറഞ്ഞ 3-4 ഡെഫിനീഷനുണ്ട്. അതിൻ്റെ തിയറി എഴുതാതെ അതിൻ്റെ ഇക്വേഷൻ എഴുതി, അതിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ എഴുതി, അതിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന സിംപ്ലിഫൈഡ് ഇക്വേഷൻസ് കൂടി നിങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെച്ചേക്കുക. FM പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഇക്വേഷൻസ്, നൊട്ടേഷൻസ്, അതിൻ്റെ യൂണിറ്റ്സ്. കാരണം ഇതെല്ലാം തിരിഞ്ഞു പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ. ഓക്കെ, നമുക്കിനി ഒരു 2 ഷോർട്ട് ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് വെയിറ്റ് സ്മോൾ w കണ്ടുപിടിക്കണം, ഡെൻസിറ്റി റോ കണ്ടുപിടിക്കണം, സ്പെസിഫിക് ഗ്രാവിറ്റി സ്മോൾ s കണ്ടുപിടിക്കണം ഓഫ് 1 ലിറ്റർ. ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റാണ്? വോളിയത്തിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ വോളിയം തന്നിട്ടുണ്ട്. 1 ലിറ്റർ ഓഫ് എ ലിക്വിഡ്, ഏത് ലിക്വിഡാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഏതോ ഒരു ലിക്വിഡിൻ്റെ 1 ലിറ്റർ വോളിയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് വെയിറ്റ് 7 ന്യൂട്ടൺ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് കണ്ടുപിടിക്കാനായിട്ട് 3 പാരാമീറ്റർ ഉണ്ട്. ഏതോ ഒരു ലിക്വിഡ്, അതിൻ്റെ ക്വാണ്ടിറ്റി വോളിയം തന്നിട്ടുണ്ട് 1 ലിറ്ററാണ്. അപ്പോൾ ആദ്യമേ ഗിവൺ ഡാറ്റ എഴുതുക, വോളിയം ഇസ് ഈക്വൽ ടു 1 ലിറ്റർ. ഇനി 1 ലിറ്റർ എന്ന് എഴുതിയിട്ട് കാര്യമില്ല, നമ്മൾക്ക് SI യൂണിറ്റിലും മീറ്ററിലും kgയിലും ന്യൂട്ടണിലൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 ലിറ്റർ എത്ര m³ ആണെന്ന് അറിയണം. അപ്പോൾ അതിനായിട്ട് സ്റ്റാൻഡേർഡായിട്ട് അറിഞ്ഞിരിക്കുക, 1 ലിറ്റർ ഇസ് ഈക്വൽ ടു 1/1000 ഓഫ് മീറ്റർ ക്യൂബ്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ 1 ലിറ്റർ ഇസ് ഈക്വൽ ടു 10⁻³ മീറ്റർ ക്യൂബ്. അപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് ഇപ്പോഴേ പഠിച്ചിരിക്കുക, 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1000 ഓഫ് മീറ്റർ ക്യൂബാണ്. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിലാണ്, ചെറിയൊരു വാട്ടർ ബോട്ടിൽ. 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ 1 മീറ്റർ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റിലുള്ള വലിയൊരു ടാങ്കാണ്.
നമ്മുടെ വീടിൻ്റെ മുകളിലുള്ള വാട്ടർ ടാങ്ക് വിചാരിച്ചാൽ മതി. അപ്പോൾ ഏതായിരിക്കും വലുത്? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ചെറിയ കുപ്പിയും 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെയൊക്കെ മുകളിലുള്ള വാട്ടർ ടാങ്കുമായിട്ട് ഒന്ന് നോക്കിയാൽ മതി. കാരണം ഈ ഒരു കൺവേർഷൻ തെറ്റിപ്പോകും. 1 ലിറ്റർ ചിലപ്പോൾ നമ്മൾ ബൈ ചാൻസ് തെറ്റിയിട്ട് 1000 മീറ്റർ ക്യൂബ് എന്നൊക്കെ എഴുതി വെക്കാറുണ്ട് ചിലവർ. അപ്പോൾ ഈ ലോജിക്കൊന്ന് ആലോചിച്ചാൽ മതി, ഏതാണ് വലുത് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ വോളിയം തന്നിട്ടുണ്ട് 1 ലിറ്റർ ഈക്വൽ ടു 1/1000 ഓഫ് മീറ്റർ ക്യൂബ്. അടുത്ത വെയിറ്റ് തന്നിട്ടുണ്ട്. വെയിറ്റ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ W 7 ന്യൂട്ടറാണ്. അപ്പോൾ ഇതിനെ ഒന്നും കൺവേർട്ട് ചെയ്യേണ്ട, നമുക്ക് വോളിയം മീറ്റർ ക്യൂബിലും വെയിറ്റ് ന്യൂട്ടണിലുമാണ് തന്നേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ പാരാമീറ്റർ സ്പെസിഫിക് വെയിറ്റിലേക്ക് എടുക്കാം. എന്താണ് സ്പെസിഫിക് വെയിറ്റ്? നമ്മളിപ്പോൾ പഠിച്ചോളൂ. സ്പെസിഫിക് വെയിറ്റ് ഇസ് ഈക്വൽ ടു സ്മോൾ w ഇസ് ഈക്വൽ ടു വെയിറ്റ് ബൈ വോളിയമാണ്. വെയിറ്റും തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. സ്പെസിഫിക് വെയിറ്റ് ഇസ് ഈക്വൽ ടു വെയിറ്റ് ബൈ വോളിയം. വെയിറ്റ് 7 ന്യൂട്ടൺ ആണ്, വോളിയം 1/1000 ഓഫ് മീറ്റർ ക്യൂബ് ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 7000 എന്ന് കിട്ടും. യൂണിറ്റ് എന്ത് വരും? ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് വരും. അപ്പോൾ ഫസ്റ്റ് പാരാമീറ്റർ സ്പെസിഫിക് വെയിറ്റ് കിട്ടി. ഓക്കെ, അടുത്തത് ഡെൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് റിലേഷനിലേക്ക് പോകാം. നമുക്ക് സ്പെസിഫിക് വെയിറ്റും ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? സ്പെസിഫിക് വെയിറ്റ് സ്മോൾ w ഇസ് ഈക്വൽ ടു റോ ജി. ഇപ്പോൾ കൺഫ്യൂഷൻ ഉള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ ഡെഫിനീഷനിലേക്ക് ഒന്നുകൂടി പോയിട്ട് ആ ഇക്വേഷൻ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. നമുക്കറിയാം സ്പെസിഫിക് വെയിറ്റ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി ആണ്. ഇതിൽ ജി വാല്യൂ നമുക്കറിയാം, സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്, 9.81 ആണ്. W നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേ ഉള്ളൂ അല്ലേ? സ്പെസിഫിക് വെയിറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റോ എങ്ങനെ എഴുതാം? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു W/G എന്ന് വരും. അപ്പോൾ അതിന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയേക്കുന്നതാണ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഡെൻസിറ്റി ബൈ ജി. വെയിറ്റ് ഡെൻസിറ്റി നമുക്കിപ്പോൾ 7000 കിട്ടി. ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81. സോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. സോൾവ് ചെയ്യുമ്പോൾ 713.5 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ലാസ്റ്റ് കണ്ടുപിടിക്കാനുള്ള സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് കൂടാതെ ഒരു സിംപ്ലിഫൈഡ് ഇക്വേഷൻ കൂടി പറയാം. അതായത് ശ്രദ്ധിച്ചു, സ്പെസിഫിക് ഗ്രാവിറ്റി ഞാൻ പറഞ്ഞു S ആണ്. S is equal to വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. ഇത് കൂടാതെ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് ഡെൻസിറ്റിയുടെ ടേംസിൽ എഴുതാം. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് ഈ 2 ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വെയിറ്റ് ഡെൻസിറ്റി അറിയാമെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റിയുടെ റേഷ്യോ എടുക്കാം, ഡെൻസിറ്റി അറിയാമെങ്കിൽ ഡെൻസിറ്റിയുടെ റേഷ്യോ എടുക്കാം. അപ്പോൾ എന്താണെങ്കിലും ഡിനോമിനേറ്ററിൽ വരേണ്ടത് വാട്ടറാണ്, ന്യൂമറേറ്ററിൽ വരുന്നത് ഏത് ലിക്വിഡാണോ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തേക്കുന്ന ആ ലിക്വിഡിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി S is equal to ഞാൻ എടുത്തേക്കുന്നത് ഡെൻസിറ്റി ഓഫ് ദ ഗിവൺ ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് ദ ഗിവൺ ലിക്വിഡ് ഇപ്പോൾ കണ്ടുപിടിച്ചില്ലേ? 713.5 ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ സ്റ്റാൻഡേർഡ് ലിക്വിഡ്. സ്റ്റാൻഡേർഡ് ലിക്വിഡ് ഞാൻ പറഞ്ഞു വാട്ടറാണ് നമ്മൾ എടുക്കുന്നത്. വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? 1000 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു സോൾവ് ചെയ്യുക, ഇതായിരിക്കും ആൻസർ. അപ്പോൾ ഈ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഇല്ല. കാരണം എന്താണ്? ഡെൻസിറ്റി ബൈ ഡെൻസിറ്റിയാണ്. അപ്പോൾ ഡെൻസിറ്റി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്, ബൈ ഡെൻസിറ്റി വെച്ചിട്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോകും. അതുകൊണ്ടാണ് സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഇല്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു പ്രോബ്ലം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിമിലർ ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് ഡെൻസിറ്റി, റോ കണ്ടുപിടിക്കണം, സ്പെസിഫിക് വെയിറ്റ് സ്മോൾ w കണ്ടുപിടിക്കണം, വെയിറ്റ് ക്യാപിറ്റൽ W കണ്ടുപിടിക്കണം. എന്തിൻ്റെയാണ്? ഓഫ് 1 ലിറ്റർ ഓഫ് പെട്രോൾ. എഗെയിൻ വോളിയം തന്നിട്ടുണ്ട്, 1 ലിറ്റർ ഓഫ് പെട്രോൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.87 ആണ്. അപ്പോൾ 2 പാരാമീറ്ററാണ് ഗിവൺ ഡാറ്റയിലുള്ളത്. ഒന്ന് വോളിയം 1 ലിറ്റർ. അപ്പോൾ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/1000 ഓഫ് മീറ്റർ ക്യൂബാണ്. അപ്പോൾ അതിനെ ഒന്ന് ഡെസിമലാക്കി എഴുതിയേക്കുന്നതാണ് 0.001 മീറ്റർ ക്യൂബ്. കൺഫ്യൂഷൻ അടിക്കേണ്ട, ഇതാണ് പഠിക്കുന്നതെങ്കിൽ ഇത് തന്നെ സോൾവ് ചെയ്താൽ മതി. കാൽക്കുലേറ്ററിൽ ഇത് ടൈപ്പ് ചെയ്താൽ കിട്ടുന്ന ഡെസിമൽ വാല്യൂ ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. എടുക്കുകയും സ്പെസിഫിക് ഗ്രാവിറ്റി സ്മോൾ ലെറ്റർ S is equal to 0.7. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ക്വാണ്ടിറ്റി ഡെൻസിറ്റി നോക്കാം. ഡെൻസിറ്റി അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചൊരു ഇക്വേഷനാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് ഡെൻസിറ്റിയാണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് കണ്ടുപിടിക്കണം. ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം 1000 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ് തന്നിട്ടുണ്ട് 0.7. അപ്പോൾ നമുക്കിതിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? നമുക്ക് അറിയേണ്ടത് S is equal to ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടറാണ്. അപ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഈസ് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന ഇക്വേഷനായിട്ട് വരും. ഓക്കെ, ശ്രദ്ധിക്കുക, ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്
ഇസ് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 0.7 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഈ വാല്യൂ നമ്മൾ പഠിച്ചിരിക്കേണ്ട വാല്യൂ ആണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എസ്സിന് യൂണിറ്റ് ഇല്ല, ഇതിന് യൂണിറ്റ് ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എസിൻ്റെ വാല്യൂ 0.7 ഇൻറ്റു 1000 ചെയ്യുമ്പോൾ 700 എന്ന് കിട്ടും. എഗെയിൻ ഡെൻസിറ്റിയുടെ യൂണിറ്റ് kg/m³. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള സ്പെസിഫിക് വെയിറ്റ് ആണ് സ്മോൾ w. അപ്പോൾ സ്മോൾ ഡബ്ല്യൂവിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് സ്മോൾ w = ρ ഇൻറ്റു ജി. ഇപ്പോൾ റോ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 700 ഇൻറ്റു ജിയുടെ വാല്യൂ സ്റ്റാൻഡേർഡ് വാല്യൂ 9.81. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സ്പെസിഫിക് വെയിറ്റ് കിട്ടും. അതിൻ്റെ യൂണിറ്റ് നമുക്കറിയാം Nm/m³ ആണ്. Nm/m³. അടുത്ത മൂന്നാമത് കണ്ടുപിടിക്കാനുള്ളത് ക്യാപിറ്റൽ W ആണ്, വെയിറ്റ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ W കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കറിയാവുന്നൊരു ഇക്വേഷൻ എടുക്കുക. നമുക്കറിയാവുന്നൊരു ഇക്വേഷൻ സ്പെസിഫിക് വെയിറ്റിൻ്റെ ഇക്വേഷനാണ്. സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി സ്മോൾ w = വെയിറ്റ് ബൈ വോളിയം ആണ്. അപ്പോൾ ഈ വെയിറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഈ സ്മോൾ w ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഈ വോളിയം നമുക്ക് ഗിവൺ ഡാറ്റയിലുണ്ട് 1/1000. ബാക്കി അൺനോൺ ആയിട്ട് ഈ ക്യാപിറ്റൽ W അല്ലേ ഉള്ളൂ, അത് കണ്ടുപിടിക്കാം. അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് സ്മോൾ w = ക്യാപിറ്റൽ W ബൈ വോളിയം ആണ്. സ്മോൾ w = ക്യാപിറ്റൽ W ബൈ വോളിയം. ഈ 1/1000-നെയാണ് 0.01 എന്ന് എഴുതിയേക്കുന്നത്, കൺഫ്യൂഷൻ വരരുത്. ഇനി സ്മോൾ w എത്രയാണ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് 6867. ക്യാപിറ്റൽ W കണ്ടുപിടിക്കാനുണ്ട്, അത് അങ്ങനെ തന്നെ എഴുതി. വോളിയം അറിയാം. ഇനി എന്ത് ചെയ്യുക, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. ഇതിനിവിടെ ഇടുക, ഇതിനിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ W = 6867 ഇൻറ്റു 0.001 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. വെയിറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. അപ്പോൾ ഈ രീതിയിലാണ് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷനാണ്, ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ഒരു 3-4 പറഞ്ഞു. അപ്പോൾ പ്രോപ്പർട്ടി നന്നായിട്ട് പഠിക്കുക, ഡെഫിനീഷൻ എഴുതി വെക്കുക, സിംപ്ലിഫൈഡ് ഇക്വേഷൻ എഴുതി വെക്കുക. ഇനി 2-3 പ്രോപ്പർട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള റിലേഷൻസ് ഞാൻ പറഞ്ഞു പോയി, അത് തമ്മിലുള്ള റിലേഷൻസിൻ്റെ ഇക്വേഷൻ എഴുതി വെക്കുക. അതുപോലെ തന്നെയാണ് വാട്ടറിൻ്റെ ഡെൻസിറ്റി, വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, വാട്ടറിൻ്റെ സ്പെസിഫിക് വെയിറ്റ്, ഇതെല്ലാം ഓർത്തിരിക്കുക. അപ്പോൾ ഇതെല്ലാം ഇപ്പോഴേ നോട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് എഴുതി വെച്ചേക്കുക. കാരണം ഈ ലെക്ചറിൽ പറഞ്ഞ എല്ലാ ഡെഫിനീഷൻസ്, ഇക്വേഷൻസ്, സിമ്പലുകൾ, അതുപോലെ യൂണിറ്റുകൾ, ഇതെല്ലാം നമുക്ക് ഈ സബ്ജക്റ്റിന് ത്രൂ ഔട്ട് എല്ലാ ചാപ്റ്ററിലും നമ്മൾ യൂസ് ചെയ്യും. ഈ സബ്ജക്റ്റിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം വരാൻ സാധ്യതയുള്ളത് യൂണിറ്റുകൾ തെറ്റിപ്പോവുക, യൂണിറ്റ് കൺവേർഷൻ തെറ്റിപ്പോവുക, ഇക്വേഷൻസ് തിരിഞ്ഞു പോവുക. അപ്പോൾ ഇക്വേഷൻസ്, യൂണിറ്റൊക്കെ പെർഫെക്റ്റ് ആക്കിയാൽ മാത്രമേ ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് പോകുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെക്ചറിലുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.